പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 ഈ പാഠത്തിൻ്റെ 1ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ള കഴിഞ്ഞ പാഠത്തിൽ ജേണലിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുകയും തുടർന്ന് അവയെ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് വിശദമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്നുള്ള ഈ പാഠത്തിൽ വൻകിട സ്ഥാപനങ്ങളിൽ ഇടപാടുകൾ ജേണലിൽ രേഖപ്പെടുത്തുന്ന സംവിധാനം എങ്ങനെയെന്നാണ് വിശദമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുകയുണ്ടായി, ചെറുകിട സ്ഥാപനങ്ങളിൽ താരതമ്യേന ഇടപാടുകൾ കുറവായതിനാൽ എല്ലാ ഇടപാടുകളും ജേണൽ എന്ന ഒരു ബുക്കിൽ രേഖപ്പെടുത്താൻ കഴിയും. ജേണൽ എന്നുള്ള ഒറ്റ ബുക്കിൽ വിവിധ ഇടപാടുകളെ കലർപ്പിലിടുന്ന രീതിയാണ് ചെറുകിട സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നത്. എന്നാൽ വൻകിട സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് ഇടപാടുകൾ ഒരേ ദിവസം നടക്കുമ്പോൾ അവയെല്ലാം ഒരു ബുക്കിൽ രേഖപ്പെടുത്തുക അസാധ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട സ്ഥാപനങ്ങളിൽ ഇടപാടുകളെ ആദ്യം തരംതിരിക്കുകയും അതിനുശേഷം പ്രത്യേകം ജേണലിൽ അവയെ രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ഒന്നിലധികം ജേണലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കാണുകയുണ്ടായി, ഇൻ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസ് all transactions cannot be recorded in a single book, in a single journal. In such cases, transactions are classified and similar transactions are recorded in separate journals. ഇത്തരത്തിൽ വിവിധ ജേണലുകൾ തയ്യാറാക്കുന്ന രീതിയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്നുള്ള ഈ പാഠത്തിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്പെഷ്യൽ ജേണൽസ്? In big business firms, journal is subdivided into several books called special journals. ഇപ്പോൾ സ്പെഷ്യൽ ജേണൽസ് ആവശ്യമായിട്ട് വരുന്നത് വൻകിട സ്ഥാപനങ്ങളിലാണ്. സ്പെഷ്യൽ ജേണൽസും ഇടപാടുകളെ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി തന്നെയാണ്. എന്നാൽ ഇവിടെ ഇടപാടുകളെ ആദ്യം തരംതിരിക്കുകയും അങ്ങനെ സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസിനെ പ്രത്യേകം ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് സ്പെഷ്യൽ ജേണലുകൾ തയ്യാറാക്കുന്നത്. ഹിയർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ റെക്കോർഡഡ് ഇൻ ദീസ് സ്പെഷ്യൽ ജേണൽസ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, സാധാരണ ചെറുകിട സ്ഥാപനങ്ങളിൽ താരതമ്യേന ഇടപാടുകൾ കുറവായതിനാൽ ഒരേ ബുക്കിൽ എല്ലാ ഇടപാടുകളെയും രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ വൻകിട സ്ഥാപനങ്ങളിൽ അത് സാധ്യമല്ലാത്തതിനാൽ അവിടെ ആദ്യം ഇടപാടുകളെ നമുക്ക് തരംതിരിക്കുകയും സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ പ്രത്യേകം ബുക്കുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇവിടെയാണ് സ്പെഷ്യൽ ജേണൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സച്ച് സ്പെഷ്യൽ ജേണൽസ് ആർ ഓൾസോ കോൾഡ് ഡേ ബുക്ക് ഓർ അതർവൈസ് നോൺ ആസ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ. And they are also subsidiary books in a business. ഡേ ബുക്കുകളെന്നും സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്നും അതോടൊപ്പം തന്നെ സബ്സിഡറി ബുക്കുകളെന്നും ഈ സ്പെഷ്യൽ ജേണലുകൾ അറിയപ്പെടാറുണ്ട്. Then what are the advantages of keeping the day books or special journals? സ്പെഷ്യൽ ജേണലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി, here the division of labor or division of work is possible. തൊഴിൽ വിഭജനം ഇവിടെ സാധ്യമാണ്. കാരണം ഒന്നിലധികം അക്കൗണ്ടൻറ്റുമാർക്കായിട്ട് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ജോലി വിഭജിച്ച് നൽകാൻ കഴിയുന്നു. അനവധി ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിവിധ ജേണലുകൾ തയ്യാറാക്കുന്നതുകൊണ്ട് ഓരോ പ്രത്യേക ജേണലുകളും തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം വ്യക്തികളെ ചുമതലപ്പെടുത്താൻ കഴിയും. അതായത് ഡിവിഷൻ ഓഫ് വർക്ക്
അഥവാ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം ഇവിടെ സാധ്യമാണ്. അതിലൂടെ നമുക്കറിയാം സ്പെഷ്യലൈസേഷനും എഫിഷ്യൻസിയും വർദ്ധിക്കും. ദെൻ സെക്കൻഡ്ലി അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, റെഡി ഇൻഫർമേഷൻ ഇവിടെ ലഭ്യമാണ്. സാധാരണ നമുക്കറിയാം ജേണലിൽ നിന്നും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭ്യമല്ല. എന്നാൽ സ്പെഷ്യൽ ജേണലുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പീരിയോഡിക്കലായിട്ട് ആവശ്യമുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക ഡേറ്റിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ബുക്കിലൂടെ അറിയാൻ കഴിയും. അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്, അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യൽ ജേണലുകളിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. ആൻഡ് തേർഡ്ലി ദർ ഈസ് റിഡക്ഷൻ ഇൻ എറേഴ്സ്, അക്കൗണ്ടിങ് എറേഴ്സ് പരമാവധി കുറയ്ക്കാൻ കഴിയുന്നു. കാരണം ഓരോ സ്പെഷ്യലിസ്റ്റുകളെയാണ് ഇവിടെ നമ്മൾ ഓരോ ബുക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. ആ രീതിയിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രാവീണ്യം അവർക്ക് ലഭിക്കുകയും അതിലൂടെ പരമാവധി എറേഴ്സ്, മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ആൻഡ് ദർ ഈസ് ടൈം സേവിങ്സ്. ബൈ കീപ്പിംഗ് ഡേ ബുക്സ് ഓർ സ്പെഷ്യൽ ജേണൽസ് ദർ വിൽ ബി സേവിങ്സ് ഇൻ ടൈം. സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും റെക്കോർഡിങ്ങിലുള്ള. കാരണം പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ സൗകര്യമുണ്ട് സ്പെഷ്യൽ ജേണലുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. ഉദാഹരണമായിട്ട് ഒരു ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ലെഡ്ജറിൽ തുടർന്ന് ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ജേണലാണ്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറാണ്. എന്നാൽ ജേണലിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ജേണലായിട്ടുള്ള ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തുടർന്ന് ലെഡ്ജറിൽ ഒരു ക്യാഷ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ആ രീതിയിൽ അക്കൗണ്ടുകളുടെ പ്രിപ്പറേഷൻ കൂടുതൽ സൗകര്യപ്രദമാകുന്നു. തന്നെയുമല്ല സെയിൽസ് ബുക്ക്, പർച്ചേസസ് ബുക്ക് തുടങ്ങിയ സ്പെഷ്യൽ ജേണൽസിൽ നിന്നും ടോട്ടൽ പോസ്റ്റിംഗ് നടത്തിയാൽ മതി. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റവും പോസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിൽ സമയലാഭമുണ്ട് എന്നുള്ളതാണ് ഡേ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള ഒരു അഡ്വാൻറ്റേജ്. മോറോവർ ദർ ഈസ് ബെറ്റർ ഇൻറ്റേർണൽ കൺട്രോൾ. ഒരു മെയിൻ അക്കൗണ്ടൻറ്റിന് തൻ്റെ കീഴിലുള്ള മറ്റ് അക്കൗണ്ടിങ് സ്റ്റാഫിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോളിനും ഇത് സാധിക്കുന്നുണ്ട്. കാരണം സ്പെഷ്യൽ ജേണൽസിൽ ഓരോ അക്കൗണ്ടിങ് സ്റ്റാഫിനെയും പ്രത്യേകം സ്പെഷ്യൽ ജേണലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ ചുമതലപ്പെടുത്തുന്നതിലൂടെ അവിടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യാനും അതിലൂടെ ഫ്രോഡുകൾ പരമാവധി കുറയ്ക്കാനും കഴിയുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഇൻറ്റേർണൽ കൺട്രോൾ. So these all are the advantages of keeping such a special journals. What are the important day books or special journals used in a business? ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാഷ് ബുക്കാണ്. സെക്കൻഡ്ലി പർച്ചേസസ് ബുക്ക്. Then next one is sales book. Then another one is purchases return book and yet another one is sales return book. ഇതിനു പുറമെ ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് തുടങ്ങിയ സ്പെഷ്യൽ ജേണൽസും ഉപയോഗിക്കാറുണ്ട്. അവയെക്കുറിച്ച് പിന്നീട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മറ്റൊരു പാഠത്തിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത്തരം സ്പെഷ്യൽ ജേണൽസ് രേഖപ്പെടുത്താൻ കഴിയാത്ത ഇടപാടുകൾ ജേണൽ പ്രോപ്പർ അഥവാ ജനറൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് രേഖപ്പെടുത്തുക. അത് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ജേണൽ പോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. മറ്റ് സ്പെഷ്യൽ ജേണലുകൾ രേഖപ്പെടുത്താൻ കഴിയാത്ത ഇടപാടുകൾ മാത്രമാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള സ്പെഷ്യൽ ജേണൽസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ക്യാഷ് ബുക്കിനെ കുറിച്ച് നോക്കാം. We know cash book is a special journal. It is used to record the receipts and payments of cash. നമ്മൾ ആദ്യം പഠിക്കുന്ന സ്പെഷ്യൽ ജേണൽ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലാണ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഇടപാടുകൾ ആദ്യം രേഖപ്പെടുത്തി വെക്കുന്ന ജേണലായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലായിട്ടുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്.
It is used to record the receipts and also payments of cash. പണം ലഭിച്ചതും പണം നൽകുന്നതും രേഖപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി എ ജേണൽ, ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം ലൈൻസ് ആസ് എ ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ കാണുകയുണ്ടായി, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ജേണലാണ്, ക്യാഷ് അക്കൗണ്ടാണ് ലെഡ്ജർ. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ജേണലാണ്, എന്നാൽ ഇത് ഒരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ദോ ഇറ്റ് ഈസ് എ ജേണൽ, ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് എ ലെഡ്ജർ ഓൾസോ. അപ്പോൾ ക്യാഷ് ബുക്ക് ബേസിക്കലി ഒരു ജേണലാണെങ്കിലും അതൊരു ലെഡ്ജറിൻ്റെ പർപ്പസ് കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. Here all receipts of cash are debited and all payments of cash are credited. ഇപ്പോൾ ഒരു ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. നമ്മളൊരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുന്നു അതേ രൂപത്തിലാണ് ഒരു ക്യാഷ് ബുക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തെ റെസീപ്റ്റ്സ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡിനെ ഇവിടെ റെസീപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെൻറ്റ് സൈഡുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ക്യാഷ് ബുക്കിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സിനെയും ഡെബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ എല്ലാ പേയ്മെൻറ്റ്സും പണം നൽകുന്നതൊക്കെയും ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. സോ ഹിയർ ദർ ഈസ് നോ നീഡ് ടു പ്രിപ്പയർ എ ക്യാഷ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. കാരണം ഇതൊരേ സമയത്ത് ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും പർപ്പസ് സെർവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ജേണലായിട്ടുള്ള ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ലെഡ്ജറിൽ ഒരു ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. വിവിധ രൂപത്തിലുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ക്യാഷ് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്സ്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അഥവാ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. സെക്കൻഡ് വൺ ഈസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇരട്ടക്കോളം ക്യാഷ് ബുക്കാണ് അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്കാണ്. ഇവിടെ 2 എമൗണ്ട് കോളം ക്യാഷ്, ബാങ്ക് എന്നിവയ്ക്ക് പ്രത്യേകം എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. ദെൻ യെറ്റ് അനദർ വൺ ഈസ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ 3 കോളം ക്യാഷ് ബുക്കിൽ ക്യാഷും ബാങ്കും ഡിസ്കൗണ്ട് രേഖപ്പെടുത്താനുള്ളവയാണ്. അവയെക്കുറിച്ച് വിശദമായിട്ട് ഉയർന്ന ക്ലാസ്സുകളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് പുറമെ പെറ്റി ക്യാഷ് ബുക്ക്, സ്മോൾ പേയ്മെൻറ്റ്സ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പെറ്റി ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ 4 തരം ക്യാഷ് ബുക്കിൽ 3 തരം ക്യാഷ് ബുക്കുകളെക്കുറിച്ചാണ്, അവ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നമുക്കൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 ഭാഗത്തും ഓരോ എമൗണ്ട് കോളത്തോട് കൂടിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അതുകൊണ്ട് തന്നെ ഇതിനെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അഥവാ സിമ്പിൾ ക്യാഷ് ബുക്ക്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ റെസിപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും അല്ലെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് പണപരമായ ഇടപാടുകൾ മാത്രമേ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തുന്നുള്ളൂ. പണം കിട്ടിയതൊക്കെയും ഡെബിറ്റ് ചെയ്യുകയും പണം നൽകുന്നതൊക്കെയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് മോണിറ്ററിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നൽകിയിരിക്കുന്ന കോളങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സൈഡ് റെസിപ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡാണ്. രണ്ടാമത്തെ സൈഡ് പേയ്മെൻറ്റ് സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡാണ്. ഓരോ സൈഡിലും 5 കോളം വീതമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഈസ് ഡേറ്റ്, സെക്കൻഡ് വൺ ഈസ് റെസിപ്റ്റ്സ്, റെസിപ്റ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണം ലഭിച്ച ഇനങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കോളമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് RN, റെസിപ്റ്റ് നമ്പർ രേഖപ്പെടുത്താനുള്ള, അതായത് നമുക്ക് പേയ്മെൻറ്റ്സ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അവയ്ക്ക് നമ്മൾ റെസിപ്റ്റുകൾ നൽകാറുണ്ട്. പണം നമ്മൾ ലഭിക്കുമ്പോൾ റെസിപ്റ്റുകൾ നൽകാറുണ്ട്. ആ റെസിപ്റ്റ് നമ്പർ എഴുതാനുള്ള കോളമാണ്. ആൻഡ് വി നോ ഇറ്റ് ഈസ് ബേസിക്കലി എ ജേണൽ. അതുകൊണ്ട് തന്നെ LF കോളം, ഇതിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തുമ്പോൾ കൺസെൻറ്റ് പേജ് നമ്പർ എഴുതാൻ വേണ്ടി LF കോളം ആവശ്യമുണ്ട്. ദെൻ എമൗണ്ട് കോളം.
അതുപോലെ പേയ്മെൻറ്റ് സൈഡിലും അഥവാ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പേയ്മെൻറ്റ്സ്, വൗച്ചർ നമ്പർ. പേയ്മെൻറ്റ് നമ്മൾ നൽകുമ്പോൾ നമുക്ക് വൗച്ചറുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ വൗച്ചർ നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. പേയ്മെൻറ്റ്സ് നൽകുമ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വൗച്ചറിൻ്റെ നമ്പർ രേഖപ്പെടുത്താനുള്ള കോളമാണ് ദെൻ LF ആൻഡ് ഓൾസോ എമൗണ്ട്. തുടർന്ന് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ RN കോളം VN കോളം ഒഴിവാക്കാം. ബാക്കി എല്ലാ കോളവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ കണ്ടത്. ഇതിൽ രേഖപ്പെടുത്തലുകൾ എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ സാധാരണത്തിൽ മന്ത്ലി ബേസിസിലാണ് ഇവ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇതിൽ 2017 ജനുവരി 1-ാം തീയതി ഉള്ള ഓപ്പണിംഗ് ബാലൻസാണ് ആദ്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ഡെബിറ്റ് ബാലൻസ് ആ മാസ ആരംഭത്തിലുള്ള ക്യാഷ് ഇൻ ഹാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തയ്യാറാക്കുന്ന കാലയളവിൽ ഉള്ള ക്യാഷ് ബാലൻസ്, കൈവശമുള്ള പണം ക്യാഷ് ഇൻ ഹാൻഡിനെ സൂചിപ്പിക്കുന്നതാണ് ബാലൻസ് ബ്രോ ഡൗൺ. ദെൻ വിവിധ റെസിപ്റ്റുകൾ അവിടെ റെസിപ്റ്റ് സൈഡ് അഥവാ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയും വിവിധ പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാസം അവസാനമാണ് സാധാരണ ഇതിൽ ബാലൻസ് ചെയ്യാറുള്ളത്. ബാലൻസിങ് നടത്തിയിരിക്കുന്നത് നോക്കുക. ജനുവരി 31-ന് ക്ലോസിംഗ് ബാലൻസായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ. നമുക്കറിയാം ഇത്തരമൊരു ക്യാഷ് ബുക്കിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. ആ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന അതേ രൂപത്തിലാണ് ഒരു ക്യാഷ് ബുക്കും ബാലൻസ് ചെയ്യുന്നത്. എപ്പോഴും നമുക്കറിയാം ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ അവിടെ ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട് അഥവാ റെസിപ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ആദ്യം റെസിപ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് എമൗണ്ട് ടോട്ടൽ ചെയ്യുക. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. ഡിഫറൻസ് ഉള്ള എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ ഈ മാസം അവസാനമുള്ള ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അടുത്ത മാസം ആരംഭത്തിലുള്ള ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇവിടെ ഫെബ്രുവരി 1-ാം തീയതിയിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് ശ്രദ്ധിക്കുക. അവിടെ ബാലൻസ് ബ്രോ ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് പിറ്റേ മാസം ആദ്യമുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. ഈ രീതിയിലാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം. ഈ ചാപ്റ്ററിലെ 1-ാമത്തെ ഇലിസ്ട്രേഷനാണ് റെക്കോർഡ് ദ ഗിവൺ ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ഇറ്റ്. ഏതാനും ട്രാൻസാക്ഷൻസ് തന്നിരിക്കുന്നു. ആ ട്രാൻസാക്ഷൻസിനെ ഒരു സിമ്പിൾ ക്യാഷ് ബുക്കിൽ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി ബാലൻസ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2020 നവംബർ 1-ാം തീയതി ക്യാഷ് ബാലൻസ് കയ്യിലുള്ളത് 30,000 ആയിരുന്നു. ദെൻ തുടർന്ന് നവംബർ 4-ാം തീയതി ജോർജ് എന്ന് പറയുന്ന ഡെപ്റ്ററിൽ നിന്നും ക്യാഷ് കിട്ടി. ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോർജ് 12,000. നവംബർ 8-ാം തീയതി ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ₹6,000. ഇൻഷുറൻസ് പ്രീമിയം അടച്ചതാണ്, 6,000 ആണ്, പേയ്മെൻ്റ് ആണ്. ദെൻ നവംബർ 13-ന് പർച്ചേസ്ഡ് ഫർണിച്ചർ ₹13,800. 13,800 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിയതാണ് നവംബർ 13. നവംബർ 16-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹28,000. 28,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റതാണ്, ക്യാഷ് സെയിൽസ് ആണ്. തുടർന്ന് നവംബർ 17-ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹17,400. 17,400 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയതാണ്, ക്യാഷ് പർച്ചേസസ് ആണ്. തുടർന്ന് നവംബർ 20-ാം തീയതി പർച്ചേസ്ഡ് സ്റ്റേഷനറി 1,100. 1,100 രൂപയുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയതാണ്. ദെൻ അഗൈൻ നവംബർ 24-ന് ക്യാഷ് പെയ്ഡ് ടു രാജേഷ് ₹12,500. ഇപ്പോൾ ഇവിടെ രാജേഷ് എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. ആ ക്രെഡിറ്റർക്ക് പണം നൽകിയതാണ് 12,500. നവംബർ 27-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹18,200. 18,200 രൂപയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തിയതാണ്, ക്യാഷ് സെയിൽസ് ആണ്. ദെൻ തുടർന്ന് നവംബർ 30-ന് പെയ്ഡ് മന്ത്ലി റെൻറ്റ് ₹2,500. 2,500 രൂപ ആ മാസത്തെ വാടക നൽകിയതാണ്. തുടർന്ന് പെയ്ഡ് സാലറി 3,500 രൂപ ശമ്പളം നൽകി. ദെൻ അവസാനമായിട്ട് നവംബർ 30-ന് വീണ്ടും ക്യാഷ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ₹8,000. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓണർ
ബിസിനസ്സിൽ നിന്നും 8000 രൂപ എടുത്തിട്ടുണ്ട്. അതായത് ഡ്രോവിങ്സ് ആണ് 8000 രൂപ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നവംബർ മാസം 2020 നവംബർ മാസത്തെ ഇടപാടുകൾ തന്നിരിക്കുന്നത്. ഈ ക്യാഷ് ഇടപാടുകൾ നമ്മളൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് അറിയാം. ഫോർമാറ്റിൽ കോളംസ് ഡേറ്റ്, റെസീപ്റ്റ്സ്, LF, എമൗണ്ട്, അതുപോലെ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, LF, എമൗണ്ട്. ഇത്തരം 8 കോളംസ് ആണ് നമ്മൾ ക്യാഷ് ബുക്കിൽ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഫോർമാറ്റ് വരച്ചതിന് ശേഷം ഓരോ ഇടപാടുകളായിട്ട് നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമുക്കറിയാം 2020 നവംബർ 1-ാം തീയതി ക്യാഷ് ഇൻ ഹാൻഡ് ആണ് 30,000. ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്കറിയാം. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക 2020 നവംബർ 1-ാം തീയതി. ബാലൻസ് ബ്രോ ഡൗൺ 30,000. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ. കാരണം എപ്പോഴും ക്യാഷ് ബുക്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും. ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. മാസാദ്യമുള്ള ക്യാഷ് ബാലൻസ് ആണ്. ബാലൻസ് ബ്രോ ഡൗൺ 30,000. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നവംബർ 4-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോർജ് ₹12,000. അപ്പോൾ ക്യാഷ് കിട്ടിയതാണ്. ജോർജ് അവിടെ നമുക്കറിയാം ഡെപ്റ്ററാണ്, പണം തരാനുള്ള ഡെപ്റ്ററാണ്. അതിൽ നിന്നും ക്യാഷ് കിട്ടിയതാണ്, റെസിപ്റ്റാണ്. അപ്പോൾ റെസിപ്റ്റ് നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ എല്ലാ റെസിപ്റ്റ് ഓഫ് ക്യാഷും ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ദെൻ എല്ലാ പേയ്മെൻറ്റ്സും പണം നൽകുന്നതൊക്കെയും അല്ലെങ്കിൽ വിവിധ ഇനങ്ങളിലായിട്ട് നൽകുന്ന പണമൊക്കെയും പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ ജോർജ് എന്ന് പറയുന്ന ഡെപ്റ്ററിൽ നിന്നും പണം ലഭിച്ചതാണ്, റെസിപ്റ്റാണ്. റെസിപ്റ്റ് സൈഡിൽ ഡേറ്റ് എഴുതുക നവംബർ 4, ജോർജ് അക്കൗണ്ട് 12,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 8-ാം തീയതി ഇൻഷുറൻസ് പ്രീമിയം അടച്ചതാണ്. നമുക്കറിയാം പേയ്മെൻറ്റ് നടത്തിയതാണ്, പ്രീമിയം അടച്ചതാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ സൈഡിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു 2020 നവംബർ 8-ാം തീയതി ഇൻഷുറൻസ് അടച്ചതാണ് 6,000. ദെൻ അടുത്തതായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹13,800. 13,800 ഫർണിച്ചർ വാങ്ങിയതാണ്. നമുക്കറിയാം പണം അടച്ചതാണ്, പണം നൽകി ഫർണിച്ചർ വാങ്ങിയതാണ്, പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് പേയ്മെൻറ്റ് സൈഡിൽ രണ്ടാമത്തെ സൈഡിൽ അഥവാ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു നവംബർ 13-ന് ഫർണിച്ചർ 13,800. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 16-ാം തീയതിയാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹28,000. 28,000 രൂപയ്ക്ക് സാധനങ്ങൾ വിൽപ്പന നടത്തിയതാണ്, ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം പണം ലഭിച്ചതാണ്, റെസിപ്റ്റ് ഓഫ് ക്യാഷ് ആണ്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ അഥവാ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു നവംബർ 16-ന് സെയിൽസ് 28,000. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 17-ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. റൊക്കം പണം കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിയതാണ്, ക്യാഷ് പർച്ചേസസ് ആണ് 17,400 രൂപയുടെ. അവിടെ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയതാണെന്ന് അറിയാം, പണം നൽകിയതാണ്. പണം നൽകിയതായതുകൊണ്ട് അത് പേയ്മെൻറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ സൈഡിൽ രേഖപ്പെടുത്തുന്നു നവംബർ 17 പർച്ചേസസ് 17,400. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 20-ാം തീയതി പർച്ചേസ്ഡ് സ്റ്റേഷനറി 1,100. 1,100 രൂപയുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയതാണ്, പണം നൽകിയാണ് വാങ്ങിയത്. അതുകൊണ്ട് പേയ്മെൻ്റ് ആണത്, പണം നൽകിയതാണ്. പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക നവംബർ 20 സ്റ്റേഷനറി 1,100. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 24-ാം തീയതി രാജേഷിന് പണം കൊടുത്തതാണ്, ക്യാഷ് പെയ്ഡ് ടു രാജേഷ് 12,500. അവിടെ രാജേഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്രെഡിറ്ററാണ്. അപ്പോൾ ആ ക്രെഡിറ്റർക്ക് പണം നൽകിയതാണ്, പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ നവംബർ 24-ന് രാജേഷ് അക്കൗണ്ട് 12,500. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 27-ന് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 18,200. 18,200 രൂപ ക്യാഷ് സെയിൽസിലൂടെ കിട്ടിയതാണ്. നവംബർ 16-ാം തീയതി ക്യാഷ് സെയിൽസ് ഉണ്ടായിരുന്നു, പിന്നീട് നവംബർ 27-നാണ് ക്യാഷ് സെയിൽസ്. അപ്പോൾ അത് റെസിപ്റ്റാണ്, പണം ലഭിച്ചതാണ്. അതുകൊണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കുന്നു നവംബർ 27 സെയിൽസ് 18,200. അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 30-ന് മന്ത്ലി റെൻറ്റ് 2,500 അടച്ചതാണ്, പേയ്മെൻ്റ് ആണ്. നമുക്കറിയാം 2,500 രൂപ വാടക നൽകിയതാണ്. പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു നവംബർ 30 റെൻറ്റ് 2,500. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതേ ഡേറ്റിൽ തന്നെ സാലറി കൊടുത്തതാണ് 3,500, പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുന്നു അതേ ഡേറ്റിലാണ് സാലറി 3,500. ദെൻ അവസാനത്തെ ട്രാൻസാക്ഷൻ നവംബർ 30-ന് ക്യാഷ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്.
സ്വകാര്യ ആവശ്യങ്ങൾക്ക് പണം പിൻവലിച്ചതാണ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് പണം എടുത്തതാണെങ്കിൽ നമുക്കറിയാം അത് പേയ്മെൻ്റ് ആണ്. ബിസിനസ്സിൽ നിന്ന് ഓണർക്ക് കൊടുത്ത പൈസയാണ്, അതുകൊണ്ട് പേയ്മെൻ്റ് ആണ്. ഡ്രോവിങ്സ് ആണത്. അപ്പോൾ നവംബർ 30 വീണ്ടും ഡ്രോവിങ്സ് 8000 രൂപ. അപ്പോൾ എല്ലാ ഇടപാടുകളും നമ്മൾ ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. പണം ലഭിച്ചതൊക്കെയും റെസീപ്റ്റ് സൈഡിലും പണം നൽകിയതൊക്കെയും പേയ്മെൻറ്റ് സൈഡിലും രേഖപ്പെടുത്തി കഴിഞ്ഞു. തുടർന്ന് നമുക്കറിയാം ക്യാഷ് ബുക്കിൽ എപ്പോഴും സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ അവിടെ റെസീപ്റ്റ് സൈഡിൽ അല്ലെ ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. അതുകൊണ്ട് ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. 88,200 ഡെബിറ്റ് സൈഡ് ടോട്ടൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ക്രെഡിറ്റ് സൈഡിൽ 88,200 ടോട്ടൽ രേഖപ്പെടുത്തി. തുടർന്ന് റഫായിട്ട് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട് റഫായിട്ട് കണ്ടുപിടിക്കുക, വ്യത്യാസമെടുക്കുക. അതായത് 88,200 മൈനസ് 64,800 ആണ് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ. അത് ഡെബിറ്റ് സൈഡിലെ ടോട്ടലായിട്ടുള്ള 88,200 നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടലായിട്ടുള്ള 64,800 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എഴുതാൻ കഴിയും. ടോട്ടലിന് മുകളിലായിട്ട് നവംബർ 30 തന്നെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ 23,400. ദെൻ തുടർന്ന് നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. സോ 2020 ഡിസംബർ 1-ാം തീയതി അടുത്ത മാസം ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബ്രോ ഡൗൺ 23,400. ഈ രീതിയിൽ വളരെ സിമ്പിളാണ് ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കൽ. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. തുടർന്ന് എല്ലാ പണം ലഭിച്ചതും പണമായിട്ട് ലഭിച്ച എല്ലാ ഇനങ്ങളും റെസിപ്റ്റ് സൈഡിൽ അല്ലെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. പണം കൊടുത്തതൊക്കെയും അല്ലെങ്കിൽ എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതുപോലെ അവിടെ ക്യാഷ് ബുക്കും ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയും അവിടെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് അടുത്ത മാസം ആദ്യം അല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ക്ലോസിംഗ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. തുടർന്ന് ഒരു സിമ്പിൾ ക്യാഷ് ബുക്കിൽ നിന്നും എങ്ങനെ പോസ്റ്റിംഗ് നിർവഹിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കാണുകയുണ്ടായി ഒരു ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ജേണലാണ്. തുടർന്ന് ലെഡ്ജറിലേക്ക് ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് അവിടെ നിന്നും പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പോസ്റ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ 3-ാമത്തെ പാഠത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെയും ഒരു ക്യാഷ് ബുക്കിൽ നമ്മൾ പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുവെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലെഡ്ജറിലേക്ക് ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോസ്റ്റിംഗ് വളരെ എളുപ്പമുണ്ട്. എന്നാൽ ഇവിടെ എല്ലാ റെസീപ്റ്റ്സും നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സുമാണ് രേഖപ്പെടുത്തുക. പണം ലഭിച്ചതൊക്കെയും റെസീപ്റ്റ് സൈഡ് അല്ലെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. ആ റെസീപ്റ്റ് സൈഡിലുള്ള ഓരോ ഐറ്റവും തുടർന്ന് നമ്മൾ പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് വശത്തേക്ക് പോസ്റ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിലുള്ള അല്ലെ ഡെബിറ്റ് സൈഡിലുള്ള സെയിൽസ് ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡെപ്റ്റർ പണം തന്നിട്ടുണ്ടെങ്കിൽ ആ ഡെപ്റ്ററിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും അത് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ റെസീപ്റ്റ്സും ലെഡ്ജറിലെ ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ അതായത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിലുള്ള എല്ലാ റെസീപ്റ്റ്സും അവിടെ പേര് പറഞ്ഞിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതും ക്രെഡിറ്റ് ഭാഗത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് എല്ലാ പേയ്മെൻറ്റ്സും ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ആ പേയ്മെൻറ്റ്സ് നമ്മൾ ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പർച്ചേസസ് പേയ്മെൻറ്റ് സൈഡിലാണ് ഇവിടെ ഉള്ളത്. ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിലാണുള്ളത്. അത് തുടർന്ന് എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം? അവിടെ പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് കൊടുത്തത് ആ ക്രെഡിറ്റർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വശത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്.
അല്ലെ സാലറി നൽകിയത് തുടർന്ന് ക്യാഷ് ബുക്കിൽ നിന്നും സാലറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വശത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നും പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ റെസീപ്റ്റ്സും, അതായത് ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ റെസീപ്റ്റ്സും ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് വശത്തേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ എല്ലാ പേയ്മെൻറ്റ്സും ലെഡ്ജറിൽ ബന്ധപ്പെട്ട അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് വശത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമ്മൾക്ക് അറിയാം, ഹിയർ ദർ ഈസ് നോ നീഡ് ടു പ്രിപ്പയർ എ ക്യാഷ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ ഈ രീതിയിൽ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടതാണ്. ഒരു ഹോംവർക്ക് കൂടി അസൈൻ ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഈ ഹോംവർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യുക. എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിമ്പിൾ ക്യാഷ് ബുക്ക്, അതായത് സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് രേഖപ്പെടുത്താനാണ്. ഡിസംബർ 2020 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിക്കുകയും ചെയ്യുക. കൈവശമുള്ള പണം, അതായത് ഡിസംബർ 2020 ഡിസംബർ 1 കൈവശമുള്ള പണം 12,000 ആയിരുന്നു. 5 ക്യാഷ് റിസീവ്ഡ് ഫ്രം ഭാനു 4,000. 7 റെൻറ്റ് പെയ്ഡ് 2,000. 10 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുരളി ഫോർ ക്യാഷ്. അത് ക്യാഷ് പർച്ചേസ് തന്നെയാണ്. നമുക്കറിയാം, ക്രെഡിറ്റ് പർച്ചേസ് ക്യാഷ് ബുക്കിൽ വരില്ല. ക്യാഷ് പർച്ചേസാണ് ഇത് തന്നിരിക്കുന്നത്, 6,000. 15 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 9,000. 18 സ്റ്റേഷനറി പർച്ചേസ് ചെയ്തതാണ് 300. 22 ക്യാഷ് പെയ്ഡ് ടു രാഹുൽ ഓൺ അക്കൗണ്ട്. രാഹുലിന് പേയ്മെൻറ്റ് കൊടുത്തതാണ് 2,000. സാലറി കൊടുത്തു 28 1,000 രൂപ. 30 റെൻറ്റ് 500 രൂപ അടച്ചു. ഹോംവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിടുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.